നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നു മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപാദിനാൽ വിരചിതമായ ശ്രീമൻ നാരായണീയത്തിലെ 13ാമത്തെ ദശകം. ഹിരണ്യാക്ഷവധവും ശ്രീ ഭൂമിദേവി മോചനവും എന്ന് നാമകരണം ചെയ്യപ്പെട്ടിട്ടുള്ള ഈ ദശകത്തിലെ 2ാമത്തെ ശ്ലോകമാണ് നാം ചർച്ച ചെയ്യുന്നത്. പ്രിയമുള്ള പ്രേക്ഷകർ, ആദ്യം ശ്ലോകം ശ്രദ്ധിക്കുക. സമായാവി വിഷ്ണുർഹരതി ഭവദീയം വസുമതീം പ്രഭോ കഷ്ടം കഷ്ടം കിമിദമിതി തേനാഭിഗതിദഃ നദൻ ക്വാസൗ ക്വാസാവിധി സ മുനിനാദർശിതവധഃ ഭരണിധരമുദ്യന്തമുദഗാത്. ഇനി പ്രസ്തുത ശ്ലോകത്തിൻ്റെ പദച്ഛേദം പ്രിയമുള്ള പ്രേക്ഷകർ ശ്രദ്ധിക്കുക. സഹ മായാവി വിഷ്ണുർ ഹരതി ഭവദീയാം വസുമതീം പ്രഭോ കഷ്ടം കഷ്ടം കിം ഇദം ഇതി തേന അഭിഗതിദഃ നദൻ ക്വ അസൗ ഇതി സഹ മുനിന ദർശിതപഥഃ ഭവന്തം സംപ്രാപത് ധരണിധരം ഉദ്യന്തം ഉദഗാത്. ഇനി പ്രസ്തുത ശ്ലോകത്തിൻ്റെ അന്വയമാണ് നാം ചർച്ച ചെയ്യുന്നത്. ശ്രദ്ധിക്കുക. ഹേ പ്രഭോ, മായാവി സഹ വിഷ്ണു ഭവദീയാം വസുമതീം ഹരതി കഷ്ടം കഷ്ടം കിം ഇതി തേന അഭിഗതിദഃ സഹ അസൗ ക്വാ ഇതി നദൻ തേന മുനിന ദർശിതപഥഃ ധരണീധരം ഉദഗാത് ഉദ്യന്തം ഭവന്തം സംപ്രാപത്. ഇനി പ്രസ്തുത ശ്ലോകത്തിൻ്റെ സാരാംശം നാം ചർച്ച ചെയ്യുന്നു. പ്രിയമുള്ള പ്രേക്ഷകർ ശ്രദ്ധിക്കുക. അല്ലയോ പ്രഭോ, സ്വാമി, മായാവിയായ ആ വിഷ്ണു ഇതാ താങ്കളുടെ അധീനതയിലുള്ള ഭൂമിദേവിയെ മോചിപ്പിച്ചിരിക്കുന്നു. എന്തൊരു കഷ്ടമാണിത്! എന്താണിവിടെ സംഭവിക്കുന്നത്? ഇപ്രകാരമുള്ള നാരദമുനിയുടെ വാക്കുകൾ കേട്ടിട്ട് എവിടെ അവൻ എന്ന് ഗർജിച്ചുകൊണ്ട് ആ നാരദമുനിയാൽ ദർശിക്കപ്പെട്ട മാർഗത്തിലൂടെ സഞ്ചരിച്ച് ഭൂമിദേവിയെ ജലത്തിൽ നിന്നും വഹിച്ചുകൊണ്ട് ഉയർന്നു വരുന്ന അങ്ങയെ സമീപിച്ചു. സാരാംശം ഇതാകുന്നു. നമസ്തേ.